ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡ്യൂ ട്രാവലിംഗ് ഇല്ല. ഇന്ന് സോളോ ട്രാവലിംഗ് മാത്രമേ ഉള്ളൂ. കാരണം ഇച്ചിരി റിസ്കി ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ വെൽക്കം ബാക്ക് ഡ്യൂ ട്രാവൽ. നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു കിടിലൻ സ്ഥലത്തേക്കാണ് ഞാനിന്ന് കൊണ്ടുപോണേ. ചെറുതോണിയിലേക്കാണ് നമ്മുടെ യാത്ര. ബസ്സിലാണ് പോണേ. ഒരു രാവിലെ 9 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ചെറുതോണിയിലെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ ക്യാമറ ഓഫാക്കി വയ്ക്കും. കാരണം ഡാമിലേക്കാണ് പോണേ. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവന്മാരെ കടത്തി വിടൂല പോലീസുകാർ. ഈ പോയിന്റ് വരെയാണ് ഒരു സാധാരണ ഒരാൾക്ക് കടന്നു ചെല്ലാൻ പറ്റുള്ളൂ, ഡാമിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പോകേണ്ട വഴി വേറെയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ കൂടെയാണ് നമ്മൾ ഡാമിൻ്റെ അടുത്തേക്ക് പോകാൻ പോണേ. നമ്മൾ ഇടുക്കി കൂടിൽ കണ്ടേക്കണ സെയിം സ്കൂൾ തന്നെ. അപ്പോൾ ഈ സ്കൂളിൻ്റെ സൈഡിൽ കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ നമുക്കിപ്പോൾ ഡാമിൻ്റെ ലോങ് വ്യൂ കാണാൻ പറ്റും. ആ മുമ്പിൽ കാണുന്ന കാട്ടിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ആ കാട്ടിലൂടെ ഇറങ്ങി പയ്യെ ഇറങ്ങി താഴെ ആ പുഴ വരെ നമുക്ക് പോകാൻ പറ്റും. നല്ലോണം അപകടം പിടിച്ച ഒരു വഴിയാണ്. താഴേക്ക് കറക്റ്റ് ചാലുകളൊന്നുമില്ല. ഇപ്പോൾ ഒരു വെള്ളം ഒഴുകി പോകുന്ന ഒരു ചാല് പോലെ ഉണ്ട്. ആ ചാലിൽ കൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏതാണ്ട് പുഴയുടെ തൊട്ടടുത്തെത്തി. ഇനി ഒരു 10 അടി താഴ്ചയുള്ള ഒരു കിടങ്ങോട് നമുക്ക് എങ്ങനെയും കടക്കണം. അപ്പോൾ എന്ത് വന്നാലും അതൊക്കെ ചാടി കിടക്കാൻ തന്നെയാണ് തീരുമാനം. അങ്ങനെ നമ്മൾ അവസാനം ചെറുതോണി ഡാം ഷട്ടർ തുറന്നിരിക്കുന്ന സമയത്ത് ആ ഷട്ടറിൻ്റെ തൊട്ട് താഴെ നമ്മൾ എത്തിയേക്കാണ്. ഇങ്ങനൊരു വീഡിയോ വേറെ എവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങോട്ടും അങ്ങനെ കടന്നു വരാൻ പറ്റൂല ആർക്കും. അവിടെ ലോക്കൽസിന് മാത്രം അറിയാവുന്ന വഴി കൂടെയാണ് ഈ വന്നേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇടിവെട്ട് വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഡാമിൻ്റെ ഒരു ഷട്ടർ മാത്രമാണ് തുറന്നിട്ടുള്ളൂ. 3-ാം നമ്പർ ഷട്ടർ മാത്രമേ തുറന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഷട്ടറിൽ നിന്ന് മാത്രം വന്ന വെള്ളമാണ് ഈ കാണുന്നത്. 100% ആ ഷട്ടറിൽ നിന്ന് വന്ന വെള്ളമാണ് ഈ കാണുന്നത്. നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇപ്പോൾ. ഒപ്പം എപ്പോൾ വേണമെങ്കിലും മഴ പെയ്തേക്കാം. ഈ ലോകത്തിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള പ്രതീതിയാണ് ഇപ്പോൾ എനിക്ക്. കാരണം കുത്തി ഒഴുകണ പുഴ, ഒപ്പം ഡാം, ചുറ്റും കൊടും കാട്, അതിനെല്ലാം നടുവിൽ ഞാൻ മാത്രം. ഡാമിൻ്റെ വ്യൂ സൂം ചെയ്യുമ്പോൾ ക്ലാരിറ്റി പോകുന്നുണ്ട് എന്തായാലും. എന്നാലും പറ്റുന്ന രീതിയിൽ ഒരു വീഡിയോ എടുത്തേക്കണം കേട്ടോ. ഡാമിൻ്റെ വെറും ഒരു ഷട്ടർ മാത്രം തുറന്നപ്പോഴുള്ള വെള്ളമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ 2018 5 ഷട്ടറും തുറന്നപ്പോൾ ഇവിടെ എന്തായിരുന്നു ഈ അവസ്ഥ?
ആ വലതുവശത്ത് കാണുന്ന മല ഇറങ്ങിയാണ് ഞാനിങ്ങോട്ട് വന്നേക്കണേ. പിന്നെ തിരിച്ചങ്ങോട്ട് കയറുന്ന കാര്യത്തിൽ ഇപ്പോൾ തുടങ്ങി പേടിയായിട്ട് പാടില്ല. ഞാൻ ആഗ്രഹിച്ച പോലെ മഴയും പെയ്തു തുടങ്ങി. ആഹാ പൊളി. നല്ല കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളമാണ്. അപ്പം എന്തായാലും ഫോണും ക്യാമറയൊക്കെ ബാഗിലേക്ക് എടുത്തു വെച്ചിട്ട് ഞാൻ മുകളിലേക്ക് കയറാൻ പോവാണ്. ഒരു കുഴപ്പമില്ലാതെ മുകളിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് കാണാം. അങ്ങനെ നമ്മൾ വീണ്ടും ചെറുതോണി ടൗണിലേക്ക് തിരിച്ചെത്തി. ഇനി ഇവിടുന്ന് കാൽവറി മൗണ്ടിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചേക്കണേ. ഇന്നത്തെ ഈ കാലാവസ്ഥയിൽ എന്തായാലും നല്ല കോടമഞ്ഞിൽ കുളിച്ച് കിടപ്പുണ്ടാവും. അപ്പോൾ കാൽവറി മൗണ്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വരാം. ഈ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഒപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ.